ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിജിനാസ് കിച്ചൺ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു മെയിൻ പ്രോബ്ലമാണ് പഴത്തിൻ്റെ തൊലി അല്പം ഒന്ന് കറുത്തു പോയാൽ തന്നെ നമ്മൾ ആരും അത് കഴിക്കില്ല. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങൾ ഒന്നും തന്നെ ഇത് കഴിക്കില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഇത് കളയേണ്ടി വരും. നമുക്കിന്ന് ഇതേപോലുള്ള തൊലി കറുത്തു പോയ നല്ല പഴുത്തുടഞ്ഞ പഴം വെച്ചിട്ട് ഒരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കിയെടുത്താലോ? അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കൂ. എല്ലാവരും ഒരു നല്ല ടേസ്റ്റോട് കൂടി കഴിക്കും. ഇതേപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ തൊലി കറുത്ത് പഴുത്ത് ഉടഞ്ഞു പോയ പഴം കളയേണ്ടി വരില്ല. നമ്മളിത് തികച്ചും ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ ആഡഡ് ഷുഗർ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മൾ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴം മാത്രമാണ് ചേർക്കുന്നത്. വേറെ ഒരു കെമിക്കൽസോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടും. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും തന്നെ ഇത് പേടി ഒന്നും കൂടാതെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. വെറും 3 ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 പഴം എടുത്തിട്ടുണ്ട് ഞാൻ. ഇതേപോലെ നല്ല കറുത്ത് തൊലിയൊക്കെ കറുത്ത് പഴത്തുടഞ്ഞ ഒരു പഴം എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പഴം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ വേണം. പിന്നെ ഞാനൊരു 10 ഈത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് കുരുവൊക്കെ കളഞ്ഞൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം നല്ലതുപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഡേറ്റ്സ് കുതിർത്ത് ആ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ വേറെ ഒട്ടും വെള്ളമോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പഴമൊക്കെ കുറച്ച് നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് വെള്ളം വേണം. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്കിത് അരഞ്ഞു കിട്ടണം. ഇവിടെ ഇപ്പോൾ നല്ലോണം ഇത് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡറും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്കിവിടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ ഇതിൽ ഒട്ടും തന്നെ ഷുഗറോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ പേടി കൂടാതെ കഴിക്കാം. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുത്തു കൊടുക്കാം. എന്നിട്ട് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പറോ ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഐസ്ക്രീം ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് ഐസ് ക്രിസ്റ്റൽസ് വരും. അത് ഒഴിവാക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് ഫ്രീസറിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനിവിടെ തലേ ദിവസം വെച്ച് മാറ്റിയെടുത്തിട്ടുള്ള ഐസ്ക്രീമാണിത്. ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സ്കൂപ്പ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതും കുറച്ച് കാഷ്യൂ നട്ടും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഗാർണിഷിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏത് വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ഒരു കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് വെച്ച് ഗാർണിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതിവിടെ സ്കൂപ്പ് ചെയ്ത് മാറ്റുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂപ്പ് ചെയ്യാൻ പറ്റും. നല്ലൊരു സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമാണിത്. നല്ല ടേസ്റ്റാണിത്. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. എൻ്റെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പർ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു തവി വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് വിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഓറിയോ ബിസ്ക്കറ്റ് അതിൻ്റെ ക്രീമുള്ള ഭാഗം മാറ്റി ജസ്റ്റ് ഒന്ന് ഞാൻ കൈ വെച്ച് ഒടിച്ചെടുത്തതാണിത്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചോക്കോ ബനാന ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് അഡീഷണൽ ഷുഗറോ ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ കളയാൻ വേണ്ടി വെച്ചിട്ടുള്ള പഴം കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് വീണ്ടും കാണാം.